ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു 5-6 ബ്രെഡ് ആദ്യം നമുക്കൊന്ന് എന്താ പറയുക, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഉണ്ടാക്കരുത്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഈ ഒരു ചെറിയൊരു കപ്പിൽ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്നെസ് കിട്ടുമല്ലോ. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. അതിൻ്റെ വെള്ളം കണ്ടില്ലേ, നല്ലപോലെ വെള്ളം ഉണ്ടാവും. പെട്ടെന്ന് ബ്രെഡൊക്കെ വെള്ളമൊക്കെ പെട്ടെന്ന് കുടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ നമുക്കത് ഒരുപാട് പിഴിഞ്ഞ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം നമ്മുടെ കൈകൊണ്ട് നല്ലപോലെ വെള്ളം ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പിഴിയാൻ വെള്ളമില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ അത്രയും വെള്ളം പിഴിഞ്ഞെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് പൊട്ടാറ്റോസാണ്. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണ്. മിക്സിയിലൊന്നിട്ട് ഗ്രൈൻഡൊന്നും ചെയ്യണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. അതൊരു 2 വലിയ ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. പൊട്ടാറ്റോൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിത് നല്ല ഷേപ്സിലൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിൽ ഒരു ചെറിയ സവാള എടുക്കുക. അത് ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില ചേർത്തെടുക്കുക. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത്, പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ല മല്ലിപ്പൊടി, അതുപോലെ ഒത്തിരി മല്ലിപ്പൊടി കുറച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ചാറ്റ് മസാല ഇല്ല കേട്ടോ. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബോൾസ് ആക്കണമെങ്കിൽ ബോൾസ് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റോളാക്കിയിട്ടുള്ളൊരു ഷേപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നിങ്ങൾക്ക് ചാനലിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് റൗണ്ട് ഷേപ്പിൽ, ബോൾ ഷേപ്പിൽ അതിലൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ബ്രെഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് ഒത്തിരി ലൂസി വെള്ളം പോലെ ആക്കിയെടുക്കരുത്. അത് നല്ലപോലെ പിഴിഞ്ഞെടുത്താൽ തന്നെ നമുക്ക് നല്ലപോലെ ഇത് കുഴച്ചെടുക്കി നല്ല അടിപൊളി ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യാണ്ട് അത് ചെയ്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, ഫ്രീസറിലാണെങ്കിൽ 2 മിനിറ്റൊക്കെ ധാരാളമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മുട്ട ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ബ്രെഡ് ക്രംസിൽ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് കാണാനൊരു ഭംഗിക്കും കൂടെ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് മാത്രം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എയർ ഫ്രയറിലും ബേക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഹെൽത്തി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം. അതല്ല ടേസ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വെച്ച ശേഷം ഞാൻ ഓയിൽ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എയർ ഫ്രയറിൽ ഇതുപോലൊരു ഷീറ്റ് ഇതിന് കൂടെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രീസ് ചെയ്തിട്ടില്ല. ഇത് എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പൊട്ടിപ്പോണ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ.
നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രീസ് ചെയ്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതാ ഇത്രത്തോളം ഞാൻ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. വൺ 140 ഡിഗ്രിയിൽ 10 മിനിറ്റ്സാണ് ഞാൻ വെക്കുന്നത്. 140 അല്ല 120 അല്ല, അതിൻ്റെ ആ ഒരു സൈസിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നല്ല അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്രീസറിൽ ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അത് തണുക്കാനൊന്നും സമയം വേണ്ട, നമുക്ക് അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് കോരി എടുക്കണം. ഇത് ബ്രെഡ് എല്ലാം വെന്ത സംഭവങ്ങളല്ലേ, പിന്നെ ബ്രെഡിൻ്റെ എല്ലാം വെന്ത സംഭവങ്ങൾ. സവാള ഒന്നും പെട്ടെന്ന് അങ്ങനെ വേവിൻ്റെ ആവശ്യം വരുന്നില്ല ഇതുപോലെ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരിക്കണം. ലോ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, അപ്പോൾ ഒത്തിരി എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒത്തിരി ഗോൾഡൻ ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലും ഫ്രൈ ചെയ്തെടുത്ത് കണ്ടല്ലോ. ഇതാണ് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. കാണാൻ ഭംഗിയുണ്ടാവും, മറ്റേത് കാണാൻ ഭംഗിയുണ്ടാവില്ല, പക്ഷേ ഹെൽത്തി ആയിരിക്കും. ഇതാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയത് കേട്ടോ. അത് കണ്ടില്ലേ, അതതുപോലെ ഉണ്ട്. വെന്തൊക്കെ ചെയ്തിരിക്കണോ, ബേക്ക് അയക്കണ കഴിക്കാം, പക്ഷേ ലുക്കില്ലെന്നേ ഉള്ളൂ. ലുക്കിൽ എന്ത് കാര്യമല്ലേ, ഹെൽത്തിയിലെല്ലാം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 2 രീതിയിലും ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.